സന്ദർഭങ്ങളിൽ മോശയ്ക്ക് പോലും ദൈവത്തിന്റെ വഴി മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായിരുന്നു. കാറ് വാങ്ങിയതും വീട് വാങ്ങിയതും മക്കളുടെ വിവാഹം നടന്നതും കൊച്ചുമക്കളുണ്ടായതും വെളിയിൽ പോയതുമാ നമ്മൾ പലപ്പോഴും ധ്യാനിക്കുന്നത്. അതല്ല പ്രിയപ്പെട്ടവരെ, എന്നോടും നിങ്ങളോടുമുള്ള ദൈവത്തിന്റെ കരുണ. നമ്മുടെ അല്പസമയത്തെ വചനധ്യാനത്തിനായി ആവർത്തന പുസ്തകം 32 അധ്യായം അതിൻ്റെ 4 വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 32 അധ്യായം 4 വാക്യം. ഡ്യൂട്ടറോണമി 32:4. ആവർത്തനം 32:4. അവൻ പാറ, അവൻ്റെ പ്രവൃത്തി അത്യുത്തമം, അവൻ്റെ വഴികളൊക്കെയും ന്യായം, അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുമുള്ളവൻ തന്നെ. നമ്മുടെ ദൈവത്തിൻ്റെ 6 ആട്രിബ്യൂട്ട്സുകളാണ് ഇവിടെ മോശ പറയാനായിട്ടിടയായിത്തീരുന്നത്. എന്തെല്ലാമാണത്? അവൻ പാറ, ഹീസ് റോക്ക്. അവൻ പാറ, നമ്മുടെ ദൈവം ആരാണ്? പാറയാകുന്നു. 2, അവൻ്റെ പ്രവൃത്തി അത്യുത്തമം. അവൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അത്യുത്തമമാണ്. നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ്. അവൻ്റെ വഴികളൊക്കെയും ന്യായം. ദൈവത്തിൻ്റെ വഴികൾ ന്യായമുള്ള വഴികളാണ്. അവൻ വിശ്വസ്തതയുള്ള ദൈവം, അവൻ വിശ്വസ്തനാണ്. വ്യാജമില്ലാത്തവൻ, നീതിയും നേരുമുള്ളവൻ. നമ്മൾ അല്പസമയം ധ്യാനിക്കാനായിട്ട് പോകുന്നത് ഈ 6 ആട്രിബ്യൂട്ടുകളാണ്. ദൈവത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചാണ് ഇവിടെ മോശ സംസാരിക്കാനായിട്ടിടയായിത്തീരുന്നത്. മോശ ഈ സങ്കീർത്തനം എഴുതുമ്പോൾ, ഇതൊരു സങ്കീർത്തനമാണ്, 32 അധ്യായം മോശയുടെ സങ്കീർത്തനമാണ്. മോശ ഒരു നല്ല എഴുത്തുകാരനാണ്. മോശ ഒരു നല്ല സങ്കീർത്തനക്കാരനായിരുന്നു, നല്ലൊരു പാട്ടെഴുത്തുകാരനായിരുന്നു, ചരിത്രകാരനാണ്, ലീഡറാണ്. മോശയ്ക്ക് ഒത്തിരി വിശേഷങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വെൽ എഡ്യൂക്കേറ്റഡ് അല്ലേ? അന്നത്തെ കാലത്ത് ഫറവോൻ്റെ കൊട്ടാരത്തിൽ അഭ്യസിച്ചതായ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു മോശ. അല്പം വിക്കൊക്കെ ആരംഭ നാളുകളിൽ മോശയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളൊരു പരാതി മാത്രം മോശ സ്വയം പറയുന്നത് മാത്രമേ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുള്ളൂ. ബാക്കിയെല്ലാം മോശ വളരെ ശക്തനായ ഒരു ദൈവദാസനായിരുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും. മോശയോട് ഈ സങ്കീർത്തനം എഴുതാനായിട്ട് പറഞ്ഞത് ആരാണ്? കർത്താവ് തന്നെ പറഞ്ഞതാണ്, നീ ഒരു പാട്ട് എഴുതണം. അങ്ങനെ ദൈവം മോശയോട് പറഞ്ഞിട്ട് എഴുതിയതായ പാട്ടാണ് എന്ന് 31 അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആവർത്തനം 31 അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ 14 വാക്യം. അനന്തരം യഹോവ മോശയോട്, നീ മരിപ്പാനുള്ള സമയം അടുത്തിരിക്കുന്നു. ഏകദേശം 120 വയസ്സുള്ളപ്പോഴാണ് ഈ പാട്ട് മോശ എഴുതുന്നത്. മോശയ്ക്ക് 120 വയസ്സുണ്ട്. ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ദൈവം പറഞ്ഞു, നീ ദീർഘനാളുകളായിട്ട് ഈ ജനത്തെ നയിച്ച് മുന്നോട്ട് പോവുകയാണല്ലോ. കനാൻ ദേശത്തിനടുത്ത് അവരെത്തി. ഇപ്പോൾ അവരായിരിക്കുന്ന എവിടെയാണ്? അബരീം പർവ്വതത്തിൽ നെബോ മലമുകളിൽ നിന്നുകൊണ്ട് കനാൻ ദേശം ദൂരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മോശ. വാഗ്ദത്ത കനാൻ ലക്ഷ്യമാക്കി 40 സംവത്സരം അവർ മരുഭൂമിയിലൂടെ പ്രയാണം ചെയ്ത് മുന്നോട്ട് പോന്നു. ആ സമയത്ത് ആ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് ദൈവം പറയുകയാണ്, നീ മരിപ്പാനുള്ള സമയം അടുത്തിരിക്കുന്നു. 14 വാക്യം 31:14. നീ എന്ത് ചെയ്യണം? 19 വാക്യം 31:19. ആകിയാൽ ഈ പാട്ടെഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുക. നീ ഒരു പാട്ടെഴുതണം അല്ലേ? മോശ എഴുതിയ 90 സങ്കീർത്തനം നമ്മളോടുള്ള ദൈവകൽപ്പന പ്രകാരം മോശ എഴുതിയതാണ്. 90 സങ്കീർത്തനത്തിലെ വിഷയമൊക്കെ നമുക്ക് അറിയാമല്ലോ, ഞാനതിലേക്ക് പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് നീ ഒരു പാട്ട് എഴുതണം. ഈ പാട്ട് എഴുതിയിട്ട് നീ ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കാനായിട്ട് ഇടയായിത്തീരണം. കാരണം അവർ കനാൻ ദേശം കൈവശമാക്കുവാനായിട്ട് പോവുകയാണ്. അവിടെ ചെന്നാലും ഈ ജനത്തിന് വലിയ മാറ്റമൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അവർ 40 സംവത്സരം മരുഭൂമിയിൽ തങ്ങളെ നടത്തിയ ദൈവത്തെ മറക്കും. അവർ മറ്റു പലതിൻ്റെയും പുറകെ പോകാനായിട്ടിടയായിത്തീരും. എങ്കിലും ഈ വചനങ്ങൾ ഒരു പാട്ടായി നീ അവരെ എഴുതി കേൾപ്പിക്കുമ്പോൾ അവരെങ്ങനെയുള്ള ദൈവമാണ് അവരെ നടത്തിയത് എന്ന് അവരുടെ തലമുറയ്ക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ 120 വയസ്സുള്ള മോശ 32 അധ്യായം എഴുതാനായിട്ടിടയായി തീർന്നു. 31:30. അങ്ങനെ മോശ ഇസ്രായേലിലെ സർവ്വസഭയെയും ഈ പാട്ടിൻ്റെ വചനങ്ങളൊക്കെയും ചൊല്ലി കേൾപ്പിച്ചു. മോശ പാടി കേൾപ്പിക്കാനായിട്ടിടയായി തീർന്നു. മോശയോട് കൂടെ പാടാനായിട്ട് കൊയറുണ്ടായിരുന്നു അല്ലേ? യോശുവയും
കൂടെ പാടാനായിട്ടിടയായി തീർന്നു. എവിടെയാണ് കാണുന്നത്? 44 വാക്യം, 32-44. അനന്തരം മോശയും നൂൻ്റെ മകനായ യോശുവയും വന്ന് ഈ പാട്ടിൻ്റെ വചനങ്ങൾ ജനങ്ങളെ ചൊല്ലി കേൾപ്പിച്ചു. അപ്പോൾ മോശയും യോശുവയും ചേർന്നാണ് പാടാനായിട്ടിടയായി തീർന്നത്. നമ്മൾ ഓർക്കും ഈ പാട്ട് അല്ലേ, പാട്ട് കുറച്ച് മതി എന്നൊക്കെ ആരാധനയിൽ ആളുകൾ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പാട്ടിന് വലിയ പ്രസക്തിയുണ്ട്. പാട്ടിന് അല്ലേ, ദൈവത്തിൻ്റെ സന്നിധിയിൽ പാട്ടിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഓർപ്പിക്കുക. മോശയുടെ അവസാന നാളുകളിൽ മോശയോട് ദൈവം പറഞ്ഞ് പാട്ടെഴുതി. മോശയും അതുപോലെ തന്നെ യോശുവയും ചേർന്ന് അത് പാടാനായിട്ടിടയായി തീർന്നു. ജനങ്ങളെ അത് പാടി കേൾപ്പിക്കാനായിട്ടിടയായി തീർന്നു. മനോഹരമായ ഒരു പാട്ടാണ് 32-ാം അധ്യായം. ആ പാട്ടിലെ ഒരു വരിയാണ് നമ്മൾ വായിച്ചത്. ഏതാണ്? 4-ാം വാക്യം. ആ പാട്ട് പിന്നീട് ഞാനൊരു ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ പോയിട്ട് ആ 32-ാം അധ്യായം ഒന്ന് ധ്യാനിക്കണം. അതിൻ്റെ പശ്ചാത്തലം നമ്മൾ കണ്ടല്ലോ. മോശയോട് ദൈവം പറഞ്ഞിട്ട് എഴുതിയ പാട്ട്, 120 വയസ്സുള്ളപ്പോൾ പാടിയ പാട്ട്, നെബോ പർവ്വതത്തിൽ നിന്നുകൊണ്ട് ദൂരെ കനാൻ ദേശത്തെ നോക്കിക്കൊണ്ട് താൻ എഴുതിയതായ പാട്ട്. അങ്ങനെ ഒത്തിരി വിശേഷങ്ങളുള്ളതായ ഒരു പാട്ടാണ്. അതിലെ ഒരു വരിയാണ് നമ്മൾ വായിച്ചത്. അവൻ പാറ. അവൻ ആരാണ്? ഇന്ന് പകൽക്കാലം നമ്മൾ വിശ്വസിക്കുന്നവനായ ദൈവം ആരാകുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഹീസ് ദ റോക്ക് അല്ലേ. അവൻ പാറയാകുന്നു. അവൻ പാറയാണ്. അവൻ പാറയായ ദൈവമാകുന്നു. പാറ എന്നുള്ളതിന് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് പാറയെ പറയുന്നത് കാണാനായിട്ട് സാധിക്കും. സങ്കീർത്തനങ്ങളിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഈ അധ്യായത്തിൽ തന്നെ പല പ്രാവശ്യം, ഏകദേശം 5-ലധികം പ്രാവശ്യം ദൈവത്തെ പാറ എന്ന് മോശ വിശേഷിപ്പിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഹീസ് എ റോക്ക്. പാറയുടെ പ്രത്യേകത എന്താണ്? അത് പെട്ടെന്ന് മാറുന്നതല്ല, അത് ഇളകുന്നതല്ല, അത് സ്ഥിരമായി നിൽക്കുന്നതാണ്. അങ്ങനെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. പാറ പോലെ ഉറച്ചത് എന്ന് നമ്മൾ തന്നെ പറയാറുണ്ട്. അത് ഉറപ്പുള്ളതാണ്, അത് ഉറച്ചതാണ്. അതുകൊണ്ടാണ് മോശ ഇവിടെ ദൈവത്തെ പാറയായിട്ട് വിശേഷിപ്പിക്കാനായിട്ടിടയായിത്തീരുന്നത്. അവൻ പാറയാകുന്നു. 18-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ എന്താ പറയുന്നത്? സങ്കീർത്തനത്തിൽ ദാവീദ് അനവധി പ്രാവശ്യം പാറ എന്ന് ദൈവത്തെ വിശേഷിപ്പിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതിലേക്കൊന്നും പോകാനായിട്ട് നമുക്ക് സമയമില്ല. 18-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യം, യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയുമാകുന്നു. സങ്കീർത്തനക്കാരനും പറയാൻ സാധിക്കുന്നു, ഹീസ് മൈ റോക്ക്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശ്വസിക്കുന്നവനായ ദൈവം, നമ്മൾ ആശ്രയിക്കുന്നവനായ ദൈവം, നമ്മൾ ആരാധിക്കുന്നവനായ ദൈവം അവൻ പാറയാകുന്നു, ഉറപ്പുള്ളവനാകുന്നു. അവൻ ഒരിക്കലും മാറ്റമില്ലാത്തവനായ ദൈവമാകുന്നു. ദൈവത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് മോശ പാറ എന്ന് വിളിക്കുന്നത് കാണാൻ സാധിക്കും. ഈ 32-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ഈ ദൈവത്തെ മോശയ്ക്ക് എന്താ വിളിക്കാനായിട്ട് സാധിക്കുന്നത്? 15-ാം വാക്യം, തൻ്റെ രക്ഷയുടെ പാറ. കണ്ടോ? 15-ാം വാക്യത്തിൽ മുഴുവൻ വായിക്കണമെന്നില്ല. തൻ്റെ രക്ഷയുടെ പാറ. നമ്മുടെ കർത്താവ് ആരാണ്? നമ്മുടെ രക്ഷയുടെ ഉറപ്പുള്ള പാറയാകുന്നു ഈ ദൈവം. എപ്പോഴാ ദൈവത്തെ പാറ എന്ന് വിശേഷിപ്പിക്കുന്നത്? ദീർഘവർഷങ്ങളുടെ മരുഭൂ പ്രയാണത്തിലൂടെ സഞ്ചരിച്ച അനുഭവത്തിൽ നിന്ന് മോശയ്ക്ക് ദൈവത്തെക്കുറിച്ച് സാക്ഷിക്കാൻ സാധിക്കുന്നത് അവൻ എൻ്റെ രക്ഷയുടെ പാറയാണ്. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, നമുക്കൊന്ന് പറയാൻ സാധിക്കുമോ? ഉറപ്പോടെ പറയാൻ സാധിക്കുമോ? യാതൊരു ചാഞ്ചാട്ടവും ഇല്ലാതെ പറയാൻ സാധിക്കുമോ? ചഞ്ചല ഹൃദയമില്ലാതെ പറയാനായിട്ട് സാധിക്കുമോ? അവൻ എൻ്റെ രക്ഷയുടെ പാറയാകുന്നു. അടുത്തത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതിൻ്റെ 18-ാം വാക്യത്തിൽ, നിന്നെ ജനിപ്പിച്ച പാറയെ നീ വിസ്മരിച്ചു. ഇസ്രായേലിനോട് പറയുകയാണ്, നിന്നെ ജനിപ്പിച്ച, നിന്നെ നടത്തിയ ദൈവത്തെ നീ മറന്നു കളയുവാനായിട്ടിടയായിത്തീരുന്നു. അവൻ പാറയായ ദൈവമാകുന്നു. 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവരുടെ പാറ അവരെ വിറ്റ് കളഞ്ഞു. 31-ാം വാക്യത്തിലേക്ക്, അവരുടെ പാറ നമ്മുടെ പാറയെ പോലെയല്ല, അല്ലെങ്കിൽ നമ്മുടെ പാറ, നമ്മുടെ ദൈവം വ്യത്യസ്തനാണ്, അവൻ ഉറപ്പുള്ളവനാണ്. ജാതികളുടെ ദൈവത്തെ പോലെ അല്ല നമ്മുടെ ദൈവമെന്ന് പറയാനായിട്ട് മോശ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അവരുടെ പാറയെ പോലെ അല്ല നമ്മുടെ പാറ എന്ന് വിശേഷിപ്പിക്കാനായിട്ടിടയായിത്തീരുന്നു. 37-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവർ ആശ്രയിച്ച പാറ എവിടെ? അല്ലേ? അവരാശ്രയിച്ച ദൈവം എവിടെ? അപ്പോൾ പാറ എന്ന് അവിടെ ഈ അധ്യായത്തിൽ പല പ്രാവശ്യം മോശ വിശേഷിപ്പിക്കാനായിട്ടിടയായിത്തീരുന്നത് ദൈവത്തെയാണ്. ഹീസ് ദ റോക്ക്. അവൻ
പാറയാകുന്നു. ഇന്ന് പകൽക്കാലം ആരാധനയുടെ മധ്യേ നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കട്ടെ, എൻ്റെ ദൈവം ഒരു ഉറപ്പുള്ള പാറയാണ് എൻ്റെ ജീവിതത്തിൽ. ക്രിസ്തുവാകുന്ന പാറമേൽ അവൻ എന്നെ നിർത്തി. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ ദൈവത്തെ പുതിയ നിയമ എഴുത്തുകാരനായിരിക്കുന്ന പൗലോസും പാറ എന്ന് വിശേഷിപ്പിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. 9-ാം അധ്യായം, റോമർ 9:33. ഇതാ ഞാൻ സിയോനിൽ ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും വെക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല. അല്ലേ? ഉറപ്പുള്ള പാറയാകുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ലജ്ജിച്ചു പോകേണ്ടതായിട്ട് വരികയില്ല. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 4-ാം വാക്യം ഇതൊരു ആത്മീക പാറയാകുന്നു എന്ന് പൗലോസ് വിശേഷിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. 1 കൊരിന്ത്യർ 10-ാം അധ്യായം. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, അവരെ അനുഗമിച്ചു. ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. ആ പാറ ക്രിസ്തു തന്നെ. ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ, സീൻ മരുഭൂമിയിൽ വെള്ളം നൽകിയതായ പാറ, അവരെ അനുഗമിച്ചതായ പാറ, അവർ വിശ്വസിച്ചവനായ ദൈവം ക്രിസ്തു തന്നെ. അല്ലെങ്കിൽ അന്ന് മരുഭൂമിയിൽ വെളിപ്പെട്ടതായ ആ പാറ, ആ ദൈവം, അത് തന്നെയാണ് നമ്മുടെ ക്രിസ്തു. അതാണ് അപ്പോസ്തലൻ പറയാനായിട്ടിടയായിത്തീരുന്നത്. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ദൈവം മാറിയില്ല. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ മറ്റൊരു ദൈവത്തെ അല്ല നമ്മൾ വിശ്വസിക്കാനായിട്ടിടയായിത്തീർന്നത്. അന്ന് മരുഭൂമിയിൽ അവർ അനുഗമിച്ച പാറ, ആ കർത്താവിനെ തന്നെയാണ് നമ്മൾ വിശ്വസിക്കാനായിട്ട് ഇടയായിത്തീർന്നത്. ആ ദൈവത്തെക്കുറിച്ചാണ് മോശ ഇവിടെ പറയാനായിട്ടിടയായിത്തീർന്നത്. ഹീ ഈസ് ദ റോക്ക്. ആമേൻ. അവൻ പാറയാകുന്നു. ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് വിശ്വസിക്കാനായിട്ടിടയായിത്തീരട്ടെ. എൻ്റെ ദൈവം പാറ പോലെ ഉറച്ചതാണ്. പാറയാവുന്നു എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവാണെന്നുള്ള അർത്ഥത്തിലല്ല, ഉറപ്പുള്ളവനായ ദൈവം. എൻ്റെ ദൈവം മാറ്റമില്ലാത്തവനാണ്. എൻ്റെ ദൈവം അന്ന് ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ അവരനുഗമിച്ചതായ ആ പാറയിലാണ് ഞാൻ ഇന്നും വിശ്വസിക്കാനായിട്ടിടയായിത്തീർന്നത്. ആ പാറ എങ്ങനെയുള്ളതായിരുന്നു? ആ ദൈവം എങ്ങനെയുള്ളതായിരുന്നു? മരുഭൂമിയിൽ അവർക്ക് ദാഹജലം നൽകി, അവർക്ക് മന്ന നൽകാനായിട്ടിടയായിത്തീർന്നു. അവർക്ക് വേണ്ടി യുദ്ധങ്ങൾ ചെയ്യാനായിട്ടിടയായിത്തീർന്നു. ശത്രുവിൻ്റെ മധ്യേ അവരെ അതിശയകരമായി വഴി നടത്താനായിട്ടിടയായിത്തീർന്നു. അവർ പ്രാർത്ഥിച്ചപ്പോഴൊക്കെയും ദൈവത്തിൻ്റെ കൃപ അവരിലേക്ക് ഇറങ്ങി വരുവാനായിട്ടിടയായിത്തീർന്നു. ആ ദൈവം വിശ്വസ്തതയുള്ള ദൈവമാകുന്നു. അപ്പോൾ ഒന്ന്, അവൻ പാറ. ആമേൻ. മോശയ്ക്ക് പറയാൻ സാധിക്കുകയാണ്, എൻ്റെ ദൈവം പാറ പോലെ വിശ്വസ്തൻ, ഉറച്ചു നിൽക്കുന്നവനായ ഒരു ദൈവത്തിൽ എനിക്ക് വിശ്വസിക്കാനായിട്ട് ഇടയായിത്തീരുന്നു. എൻ്റെ ദൈവം മാറ്റമില്ലാത്തവനാണ്, ചാഞ്ചല്യമില്ലാത്തവനാണ്, അവൻ ഉറപ്പുള്ളവനാണ്. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആകുലതകളും ഒക്കെ ആയിട്ട് ആ ദൈവസന്നിധിയിൽ ഇരിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നത്, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മരുഭൂമിയിൽ വൻകാര്യങ്ങൾ ചെയ്ത ആ പാറയിൽ തന്നെ, ആ ദൈവത്തിൽ തന്നെയാണ് ഞാനും നിങ്ങളും ഇന്ന് പകൽക്കാലം വിശ്വസിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. രണ്ടാമത്തെ ആട്രിബ്യൂട്ട് എന്താ മോശ പറയുന്നത്? അവൻ്റെ പ്രവർത്തികൾ അത്യുത്തമം. ആ വാക്യം മാറ്റരുത്. അവൻ്റെ പ്രവർത്തികൾ അത്യുത്തമം. അല്ലേ? അവൻ്റെ പ്രവർത്തികൾ അത്യുത്തമം. ഹിസ് വർക്ക്സ് ഈസ് പെർഫെക്റ്റ്. അവൻ്റെ പ്രവർത്തികൾ, മോശയോട് പറയുകയാണ്, അവൻ്റെ പ്രവർത്തികൾ അത്യുത്തമം. എനിക്ക് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ, നമ്മുടെ ജീവിതത്തിൽ ചില മേഖലകളിലൊക്കെ കർത്താവേ, അങ്ങനെ എന്നോട് നീ ചെയ്തത് ശരിയായോ എന്ന് നമ്മൾ ദൈവത്തോട് പലപ്പോഴും ചോദിക്കാറില്ലേ? ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തികളെല്ലാം അത്യുത്തമമായിരുന്നു എന്നാ ഇവിടെ മോശ പറയാനായിട്ടിടയായിത്തീരുന്നത്. ഹിസ് വർക്ക്സ് ആർ പെർഫെക്റ്റ്. നമുക്ക് പലപ്പോഴും അവൻ്റെ പ്രവർത്തികൾ മനസ്സിലാക്കാനായിട്ട് പ്രയാസമാണ് എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അല്ലേ? നമുക്ക് പലപ്പോഴും കർത്താവ് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ചെയ്തല്ലോ, കർത്താവ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് നീ മറുപടി നൽകിയില്ലല്ലോ, എനിക്ക് അങ്ങനെ വന്നു ഭവിക്കാനായിട്ടിടയായി തീർന്നല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മൾ പലപ്പോഴും പരിതപിക്കാറുണ്ട്. ദൈവത്തിൻ്റെ പ്രവർത്തികൾ പലപ്പോഴും എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ അത് കാണാനായിട്ട് സാധിക്കും. ഹോശേയ പ്രവാചകനോട് ഒരിക്കൽ ദൈവം പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നീ പോയിട്ട് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ വിവാഹം കഴിച്ച് ആ പരസംഗത്തിൽ ജനിച്ച മക്കളെ നീ മക്കളായിട്ട് സ്വീകരിക്കാനായിട്ട് പറഞ്ഞു. വളരെ സ്ട്രെയിഞ്ചായ കാര്യം അല്ലേ? കർത്താവ് അങ്ങനെ പറയാൻ യാതൊരു സാധ്യതയും ഇല്ലാത്തതാ. പക്ഷേ വളരെ സ്ട്രെയിഞ്ചായിട്ട് ഹോശയോട് പറഞ്ഞു. അതെന്തിനു വേണ്ടിയായിരുന്നു? ഇസ്രായേലിനെ ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി. ഏലിയാവിനോട് കർത്താവ് ഒരിക്കൽ പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നീ കെരീത് തോട്ടിൽ അരികെ പോയി ഒളിച്ചിരിക്കണം, തോട്ടിലെ വെള്ളം കുടിക്കണം, ആഹാരം അവിടെ ഒന്നും കിട്ടാനില്ല,
ഞാൻ കാക്കയെ അയച്ച് നിനക്ക് ഭക്ഷണം നൽകും. വളരെ സ്ട്രെയിഞ്ചായ കാര്യമാണ്. ഏലിയാവ് ആ സമയം വരെ എവിടെയായിരുന്നു? ആഹാബിൻ്റെ കൊട്ടാരത്തിൽ ജീവിക്കുകയായിരുന്നു. കൊട്ടാരത്തിലെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ആഹാബിൻ്റെ പന്തിഭോജനമൊക്കെ കഴിച്ച് ഇരിക്കുമ്പോഴാണ് ഏലിയാവിനോട് ദൈവം പറഞ്ഞത്, നീ കെരീത് തോടിനരികെ പോയി എങ്ങനെ ഇരിക്കണം? ഒളിച്ചിരിക്കണമെന്ന്, അല്ലേ? ഒളിച്ചിരിക്കാനായിട്ട് പറഞ്ഞു. വളരെ സ്ട്രെയിഞ്ചായ കാര്യമാണ്. നീ തോട്ടിലെ വെള്ളം കുടിക്കണം, നിന്നെ പോഷിപ്പിക്കേണ്ടത് ഞാൻ കാക്കയിലൂടെ ഞാൻ നിന്നെ പോഷിപ്പിക്കും. വളരെ സ്ട്രെയിഞ്ചാണ്. കാക്ക ഭക്ഷണം കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് നമുക്ക് നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളതാണ്. പക്ഷേ ഏലിയാവിനെ ദൈവം എങ്ങനെ നടത്തിയെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം. കർത്താവ് പലപ്പോഴും സംസാരിക്കുന്നത് അവൻ്റെ വഴികൾ അത്യുത്തമമാണ്, നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ ഫിലിപ്പോസിനോട് ദൈവം പറഞ്ഞു, ഫിലിപ്പോസ് ശമരിയിൽ വലിയ കാര്യങ്ങൾ ചെയ്യുക. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം 5-6 വാക്യം വായിക്കുമ്പോൾ ഫിലിപ്പോസ് ശമരിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഫിലിപ്പോസിനോട് ദൈവം പറയാനായിട്ടിടയായി തീർന്നു, നീ ഗസ്സയ്ക്കുള്ള നിർജ്ജന ദേശത്തേക്ക് പോകാനായിട്ട് ഫിലിപ്പോസിനോട് ദൈവം പറഞ്ഞു. വായിക്കണമെന്നില്ല, കണ്ടല്ലോ. ശമരിയിൽ ഫിലിപ്പോസിലൂടെ വലിയ പ്രവർത്തികൾ നടക്കുക. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഒക്കെ ശമരിയിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. വലിയ ഉണർവ് ശമരിയിൽ നടന്നുകൊണ്ടിരിക്കുക. സുവിശേഷം ശമരിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുക. സഭകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ദൈവാത്മാവ് ഫിലിപ്പോസിനോട് പറഞ്ഞത്, നീ ഇവിടുന്ന് എഴുന്നേറ്റ് ഗസ്സയ്ക്കുള്ള നിർജ്ജന ദേശത്തേക്ക് പോകാൻ, ജനങ്ങളൊന്നും ഇല്ലാത്ത ആ ദേശത്തേക്ക് പോകാനായിട്ട് പറഞ്ഞു. എന്തിനാ പറഞ്ഞതെന്ന് നമുക്കറിയാം, അല്ലേ? എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനോട് ദൈവത്തിൻ്റെ വചനം പറയാനായിട്ട്. കർത്താവ് പലപ്പോഴും എന്നോടും നിങ്ങളോടും ഇതുപോലുള്ള സ്ട്രെയിഞ്ചായ കാര്യങ്ങൾ പറയും. അതനുസരിക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവർത്തികൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ മോശ പറയുകയാണ്, അവൻ്റെ പ്രവർത്തികളൊക്കെയും അത്യുത്തമം. അവൻ്റെ പ്രവർത്തികൾ, ആമേൻ, അവൻ പാറയാണ്. എൻ്റെ ദൈവത്തിൻ്റെ പ്രവർത്തികൾ തികവാർന്ന പ്രവർത്തികളാണ്. അതെൻ്റെ മാനുഷിക ബുദ്ധിക്ക് നോക്കുമ്പോൾ അല്പം മനസ്സിലാക്കാനൊക്കെ പ്രയാസമുള്ളതാണെങ്കിലും അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു വലിയ ഉദ്ദേശങ്ങളുണ്ട്. ഇന്ന് പകൽക്കാലം പലവിധ ക്ലേശങ്ങളാലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നതെങ്കിൽ, പലപ്പോഴും ദൈവത്തോട് നമ്മൾ പരാതികൾ പറയുന്നവരാണെങ്കിൽ, കർത്താവേ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കാനായിട്ടിടയായി തീർന്നത് എന്ന് ദൈവത്തോട് പരാതി പറയുന്നവരാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കാനായിട്ടിടയായി തീരുന്നത് അതിന് പിന്നിൽ ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ട്. ഒരനുഗ്രഹത്തിന് വേണ്ടിയാണ്, ഒരു നന്മയ്ക്ക് വേണ്ടിയാണ്, ഒരു ഫിലിപ്പോസിനെ മാനസാന്തരത്തിലേക്ക് നടത്താൻ വേണ്ടിയാണ് ഒരു ഉണർവുള്ളിടത്ത് നിന്ന് മനുഷ്യരാരും സഞ്ചരിക്കാത്തതായ നിർജ്ജന ദേശത്തേക്ക് ഫിലിപ്പോസിനോട് പോകാൻ പറഞ്ഞത് എങ്കിൽ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചില സ്ട്രെയിഞ്ചായ ദൈവപ്രവൃത്തി നടക്കുന്നുണ്ട് എങ്കിൽ, നമ്മൾ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ, അതിന് പുറകിലും ഒരു അനുഗ്രഹം കടന്നു വരുന്നുണ്ട് എന്നുള്ളത് ഇന്ന് പകൽക്കാലം ഈ ആരാധനയുടെ മധ്യേ ധ്യാനിപ്പാനായിട്ടിടയായി തീരട്ടെ. മോശയ്ക്ക് അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട മോശയ്ക്ക് പറയാൻ സാധിക്കുന്നത്, എൻ്റെ ദൈവം പാറയാണ്, അവൻ്റെ പ്രവർത്തികളൊക്കെയും അത്യുത്തമം. ആമേൻ. ഇന്ന് പകൽക്കാലം പറയാൻ സാധിക്കുമോ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി അത്യുത്തമം. ഹിസ് വേസ് ആർ പെർഫെക്റ്റ്. അവൻ്റെ വഴികളൊക്കെയും, അല്ലേ, അവൻ്റെ പ്രവർത്തികളൊക്കെയും അത്യുത്തമമായിട്ടുള്ളതാണ്. 32-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് കാണാൻ സാധിക്കും. 32-ന്റെ 11-12 വായിച്ചു. കഴുകൻ തൻ്റെ കൂട് നീക്കി, കഴുകൻ തൻ്റെ കൂട് അനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ താൻ ചിറക് വിരിച്ചു, അവനെ എടുത്ത് തൻ്റെ ചിറകിന്മേൽ അവനെ വഹിച്ചു. യഹോവ തനിയെ അവനെ നടത്തി. കഴുകൻ തൻ്റെ കൂട് അനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ അവൻ തൻ്റെ ചിറക് വിരിച്ചവനെ എടുത്ത് അവൻ്റെ ചിറകിൽ അവനെ വഹിച്ചു. 40 സംവത്സരം നിങ്ങളെ ഈ മരുഭൂമിയിൽ ദൈവം നടത്തിയത് എങ്ങനെയാണ്? കഴുകൻ, അല്ലേ, ഒരു വലിയ എക്സാമ്പിളാണ് പറയുന്നത്. വലിയ വൻ വൃക്ഷങ്ങളുടെ മുകളിലും വലിയ പാറക്കൂട്ടങ്ങളുടെ മുകളിലുമാണ് കഴുകൻ കൂടുണ്ടാക്കുന്നത്. നമുക്കറിയാമല്ലോ പ്രവൃത്തിയൊക്കെ. ഞാൻ ആവർത്തന വിരസത വരാതിരിക്കാൻ അത് വിവരിക്കുന്നില്ല. അവിടെ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുന്നു? അതിനകത്ത് മുട്ടയിട്ട് വിരിയിച്ച കുഞ്ഞുങ്ങളെ ഒരു പറക്കുന്ന പ്രായമാകുമ്പോൾ ആ കൂടനക്കി ആ കുഞ്ഞുങ്ങളെ താഴേക്ക് ഇടും. അതിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വലിയ ഭാരമുള്ളതാണ്, വലിയ പ്രയാസമുള്ളതാണ്. എന്നാൽ ശക്തമായി പറന്ന്
അതിൻ്റെ മാംസം ആ തറയിൽ വീണ് പാറയിൽ വീണ് തകരുന്നതിന് മുമ്പ് തൻ്റെ ചിറക് വിരിച്ച് കഴുകൻ എടുത്തുകൊണ്ട് വീണ്ടും ആ കൂട്ടിൽ കൊണ്ട് സംരക്ഷിക്കുന്നത് പോലെ ദൈവം കഴിഞ്ഞ 40 സംവത്സരം നിങ്ങളെ നടത്തി. അതാ മോശ ഇവിടെ പറയാനായിട്ടിടെ ആയിത്തീരുന്നത്. എന്നെയും നിങ്ങളെയും ദൈവം അങ്ങനെയാണ് നടത്തിയത്. കഴുകൻ തൻ്റെ കൂടനക്കി കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കും പോലെ. ഈ അനക്കം ഉണ്ടല്ലോ, നമുക്ക് ആർക്കും ഇഷ്ടമില്ല. നമുക്കൊക്കെ ഇഷ്ടമുള്ളത് എന്താണെന്നറിയാമോ? ഇരിക്കുന്നിടത്ത് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ. അനങ്ങുന്നത് നമുക്ക് അത്ര ഇഷ്ടമല്ല. ഇപ്പോൾ ഇവിടെ വന്നിട്ട് വില്യംസ് പാസ്റ്റർ പറയും എല്ലാവരും ഒന്ന് മുന്നോട്ട് വന്നിരുന്നേന്ന് പറഞ്ഞാൽ, അല്ലേ, ആഗ്രഹത്തോടെ മുന്നോട്ട് വരുന്നവർ 1-2 പേരെ കാണത്തുള്ളൂ. ഒരു കൺവെൻഷൻ നടക്കുക, ആദ്യം വരുന്നവരെല്ലാം പുറകിയിരിക്കും. പിന്നെ അവിടെ ലീഡ് ചെയ്യുന്ന ആൾ പറയും എല്ലാവരും ഒന്ന് മുന്നോട്ട് വന്നിരുന്നേ. പിറുപിറുത്തുകൊണ്ടും മനസ്സോടെയും പലരും മൂടനക്കി എണീറ്റ് വരും, അല്ലേ. നമുക്കാർക്കും അനങ്ങാൻ ഇഷ്ടമില്ല. നമുക്കാർക്കും ആയിരിക്കുന്ന ആ കംഫർട്ടിൽ നിന്നൊന്നും മാറാൻ നമുക്ക് ആർക്കും ഇഷ്ടമില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെയാ ദൈവത്തിൻ്റെ പരിശോധന വരുന്നത്. ഇവിടെയാ ദൈവത്തിൻ്റെ പരിശോധന, അല്ലേ. നമ്മളായിരിക്കുന്ന ആ സുഖകരമായ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ നന്മയിൽ നിന്ന്, ആ സന്തോഷത്തിൽ നിന്ന് ചെറിയൊരു അനക്കം വരുമ്പോൾ അതിന് പിന്നിൽ ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ട്. അതാ മോശ ഇവിടെ ഓർപ്പിക്കാനായിട്ടിടയായി തീർന്ന് ചിറക് വിരിച്ച് അവനെ എടുത്ത് തൻ്റെ ചിറകിൽ അവനെ വഹിച്ച് 12-ാം വാക്യം, യഹോവ തനിയെ അവനെ നടത്തി, അവനോടുകൂടെ അന്യദൈവം ഉണ്ടായിരുന്നില്ല. നടത്തിയ കാലത്ത് ദൈവം അവർക്ക് ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്തു തന്നപ്പോൾ തനിയാണ് നടത്തിയത്. ദൈവമാണ് അവരെ നടത്തിയത്. അന്യദൈവങ്ങളെ ഒന്നും അവർ കൂട്ടുപിടിക്കാനായിട്ടിടയായി തീർന്നില്ല. ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും നടത്തുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി, അല്ലേ, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ അവൻ്റെ പ്രവൃത്തികളെല്ലാം അത്യുത്തമമായിരുന്നു. ഇനി പുതിയ നിയമസഭയോടുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി എങ്ങനെയാണ് നമുക്ക് നോക്കാം. അറിയാവുന്ന വാക്യമായ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യത്ത് കാണാതെ അറിയാവുന്ന വാക്യം. എഫേസ്യ ലേഖനം നമ്മൾ പലപ്പോഴും ഇവിടെ വായിക്കുന്നത് എഫേസ്യർ 2-ന്റെ 1 മുതൽ 4 വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവൻ്റെ പ്രവർത്തികളൊക്കെയും അത്യുത്തമം, അല്ലേ. അവൻ്റെ പ്രവർത്തികൾ, ദൈവം സഭയോടുള്ള ബന്ധത്തിൽ ചെയ്ത പ്രവർത്തികൾ എന്തെല്ലാമാണ്? എഫേസ്യ ലേഖനം 2-ാം അധ്യായം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു, അല്ലേ. ദൈവത്തിൻ്റെ പ്രവർത്തികൾ നമ്മൾ ഓർക്കാറുണ്ടോ? ആ പ്രവൃത്തി മക്കൾക്ക് വിദേശത്ത് വിസ കിട്ടിയത് നമ്മൾ ഓർക്കാറുണ്ട്, അല്ലേ. ജോലിയിൽ നമുക്ക് ലഭിച്ച നന്മകൾ നമ്മൾ ഓർക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വലിയ വീടും നല്ല സാഹചര്യങ്ങളും തന്നത് നമ്മൾ ഓർക്കാറുണ്ട്. നമുക്ക് രോഗസൗഖ്യം വന്നത് നമ്മൾ ഓർക്കാറുണ്ട്. പക്ഷേ സത്യത്തിൽ എന്താണ് ദൈവത്തിൻ്റെ പുതിയ നിയമ സഭയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി? അതാണ് നമ്മൾ ഓർക്കേണ്ടത്. അതിനായി ഈ കർത്തൃമേശ, എത്ര പേർക്ക് അത് അറിയാം? ഈ കർത്തൃമേശ എല്ലാ ആഴ്ചയും വന്ന് ഇത് കുടിക്കുമ്പോൾ എല്ലാവരും ഇത് ധ്യാനിക്കാറുണ്ടോ? ആമേൻ. അതാ നമ്മൾ ഓർക്കേണ്ടത്. ബാക്കിയൊന്നും ഓർക്കേണ്ട കാര്യമില്ല, അതെല്ലാം മറന്നു കളഞ്ഞേര്. ബാക്കിയൊക്കെ ഭൗതികമായി നമ്മൾ നേടിയതെല്ലാം ഒന്ന് മറന്നു കളഞ്ഞേര്. അത് അവൻ്റെ പ്രവർത്തികൾ അത്യുത്തമം എന്നിന്ന് പകൽക്കാലം ധ്യാനിക്കുമ്പോൾ ഈ മേശയെ ഓർത്തുകൊണ്ട് ധ്യാനിക്കണം, അല്ലേ. അവിടെ നമ്മൾ വായിച്ചത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായി നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു, അവനിൽ നിങ്ങൾ മുമ്പേ ലോകത്തിൻ്റെ കാലഗതിക്കും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ച് നടന്നു. അങ്ങനെ നടന്നവരായിരുന്നു, അല്ലേ. ആകാശത്തിൻ്റെ അവിടെ നമ്മൾ ആകാശത്തിൻ്റെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും, അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനനുസരിച്ച് നടക്കുന്നവരായിരുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. ഒരാൾക്കും അതിൽ നിന്ന് ഒഴിവുകളില്ല കേട്ടോ. എല്ലാവരും അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ, 3-ാം വാക്യം, നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിൻ്റെ മനോവികാരങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. നമ്മളെല്ലാം ആരായിരുന്നു? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാര്യമാണ്. പ്രകൃതിയാൽ, ബൈ നേച്ചർ യഥാർത്ഥ മാനസാന്തരവും രക്ഷയും വരുന്നതിന് മുൻപ് ബൈ നേച്ചർ നമ്മളെല്ലാം ഇങ്ങനെയുള്ളവരായിരുന്നു, മറ്റുള്ളവരെ പോലെ കോപത്തിൻ്റെ മക്കളായിരുന്നു. 4-ാം വാക്യം, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം, അല്ലേ. ആമേൻ. അതാ ഇന്ന് പകൽക്കാലം നമ്മളിവിടെ വായിക്കുന്നത്. അവൻ്റെ പ്രവൃത്തികളൊക്കെയും അത്യുത്തമം. 1, ഹീസ് എ റോക്ക്, അവൻ പാറ.
2, അവൻ്റെ പ്രവൃത്തികളൊക്കെയും അത്യുത്തമം. ഇന്ന് വൽക്കാലം ഒന്ന് ഓർത്തേ അല്ലേ, എൻ്റെ ജീവിതത്തിൽ കർത്താവേ നിൻ്റെ പ്രവൃത്തി അത്യുത്തമമാണ്. അന്യനും പരദേശിയുമായിരുന്ന സ്ഥാനത്ത്, ഇസ്രായേൽ പൗരതയോട് യാതൊരു സംബന്ധവുമില്ലായിരുന്ന സ്ഥാനത്ത് എന്നെ നീ വിളിച്ചു, എന്നെ നീ വേർതിരിച്ചു, എന്നെ നിൻ്റെ മകനാക്കി മകളാക്കി തീർത്ത് കർത്താവേ ആ നിത്യരാജ്യത്തിന്, ആ നിത്യരക്ഷയ്ക്ക്, ആ സ്വർഗത്തിന് അവകാശിയാക്കി നീ എന്നെ തീർത്തതോർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ പ്രവൃത്തികളെ നമുക്ക് ധ്യാനിക്കാനായിട്ട് സാധിക്കും. നമ്മൾ പലപ്പോഴും ധ്യാനിക്കുന്നത് അവൻ ചെയ്ത ഭൗതിക നന്മകളെക്കുറിച്ചാണ്. കാറ് വാങ്ങിയതും വീട് വാങ്ങിയതും മക്കളുടെ വിവാഹം നടന്നതും കൊച്ചുമക്കളുണ്ടായതും വെളിയിൽ പോയതുമാണ് നമ്മൾ പലപ്പോഴും ധ്യാനിക്കുന്നത്. അതല്ല പ്രിയപ്പെട്ടവരെ, എന്നോടും നിങ്ങളോടുമുള്ള ദൈവത്തിൻ്റെ കരുണ. ആമേൻ. അപ്പോൾ മോശ പറയുന്നത് ഈ ദൈവം ആരാണ്? ഒന്ന്, അവൻ പാറ പോലെ ഉറച്ചവനായ ദൈവമാണ്. അവൻ്റെ പ്രവൃത്തികൾ അത്യുത്തമമാണ്. അവൻ്റെ വഴികളൊക്കെയും ന്യായം. മൂന്നാമത്തെ ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട് ഇവിടെ മോശ പറയാൻ സാധിക്കുന്നത് ഹോൾ ഹിസ് വേസ് ആർ ജസ്റ്റിസ്. അവൻ്റെ വഴികളൊക്കെയും ന്യായം. ദൈവത്തിൻ്റെ വഴികളൊക്കെ ന്യായവും നീതിയും സുസ്ഥിരവും പ്രമാണവും കൽപ്പനയിലും അടിസ്ഥാനപ്പെട്ടതായിരിക്കും. ദൈവത്തിൻ്റെ വഴികൾ എങ്ങനെയുള്ളതായിരിക്കും? അത് ന്യായമുള്ള വഴികളായിരിക്കും, അത് നീതി നിറഞ്ഞ വഴികളായിരിക്കും, അത് സുസ്ഥിരമായ വഴികളായിരിക്കും, അത് പ്രമാണത്തിലും കൽപ്പനയിലും അടിസ്ഥാനപ്പെട്ട വഴികളായിരിക്കും. അവൻ്റെ അനുഗ്രഹങ്ങളെല്ലാം പ്രമാണത്തിലും കൽപ്പനയിലും അടിസ്ഥാനപ്പെട്ട വഴികളിലൂടെ നടക്കുന്നവർക്കാണ് അത് ലഭിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. ചില സന്ദർഭങ്ങളിൽ മോശയ്ക്ക് പോലും ദൈവത്തിൻ്റെ വഴി മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവർ ആ വാഗ്ദത്ത കനാനിനരികെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വഴികളെല്ലാം ന്യായമായിരുന്നുവെന്ന് മോശയ്ക്ക് സാക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മോശയ്ക്ക് തന്നെ ചിലപ്പോഴൊക്കെ ദൈവത്തിൻ്റെ വഴി മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായിരുന്നു. സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിച്ചേ. സംഖ്യ 20:10. മോശയും അഹരോനും പാറയെടുക്കൽ സഭയെ വിളിച്ചുകൂട്ടി അവരോട്, മത്സരികളെ കേൾപ്പിൻ, ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് പറഞ്ഞു. അവരോട് മോശ അഹരോനും ചോദിക്കുകയാണ്, മത്സരികളായ ആളുകളെ കേൾപ്പിൻ, ഈ പാറയിൽ നിന്ന് ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് പറഞ്ഞു. അതിനു മുമ്പ് മോശയോട് ദൈവം പറഞ്ഞു, നീ എന്ത് ചെയ്യണം? നിൻ്റെ വടിയെടുത്ത് 7-ാം വാക്യം, നിൻ്റെ സഹോദരനായ അഹരോനെയും സഭയെയും വിളിച്ചു കൂട്ടി അവർ കാണുകെ പാറയോട് നീ കൽപ്പിക്കണം, ദൈവം നിനക്ക് വെള്ളം തരും. മോശയ്ക്ക് നമ്മളെപ്പോലെ തന്നെ അത് സ്ട്രെയിഞ്ച് ആയിട്ടാണ് തോന്നിയത്. ഇതൊരു പോസിബിളാണോ അല്ലേ? പാറയിൽ നിന്ന് വെള്ളം കിട്ടും. ഒന്നാമത് മരുഭൂമി, പാറയുള്ള സ്ഥലം നമ്മൾ വാങ്ങുക തന്നെയില്ല അല്ലേ? പാറയുള്ള ഭൂമി, ഒരു ഭൂമി വാങ്ങാൻ പോകുമ്പോൾ അവിടെ മൊത്തം പാറയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും ഇത് വാങ്ങിക്കുമോ? ഇല്ല, വാങ്ങുകയില്ല. അപ്പോൾ അവിടെ വെള്ളം കിട്ടില്ല. അതുകൊണ്ട് ആ 7-ാം വാക്യത്തിൽ ദൈവം മോശയോട് പറഞ്ഞു, നിൻ്റെ വടിയെടുത്ത് നീ സഹോദരനായ അഹരോനെയും കൂട്ടി നീ ആ പാറയോട് കൽപ്പിച്ചാൽ മതി, അത് നിനക്ക് വെള്ളം തരും. അതാ ദൈവത്തിൻ്റെ വഴി അതായിരുന്നു. പക്ഷെ മോശയ്ക്കത് മനസ്സിലായില്ല. അതുകൊണ്ട് 10-ാം വാക്യത്തിൽ മോശ അഹരോനെയും കൂട്ടി ചോദിക്കുക, മത്സരികളെ കേൾപ്പിൻ, നിങ്ങൾ എന്നോട് പിറുപിറുക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്നോട് മത്സരിക്കുന്നുണ്ടോ? ഈ പാറയിൽ നിന്ന് എനിക്ക് നിങ്ങൾക്ക് വെള്ളം തരാനായിട്ട് കഴിയുമോ? പക്ഷേ മോശയ്ക്ക് ദൈവത്തെ അനുസരിക്കാതിരിക്കാൻ വഴിയില്ലാത്തതുകൊണ്ട് ദേഷ്യത്തോടെയാണ് അനുസരിച്ചത് അല്ലേ? ദേഷ്യത്തോടെ അനുസരിച്ചു. പിന്നെ മോശയും അഹരോനും മോശ വടി ഉയർത്തി പാറയെ 2 പ്രാവശ്യം അടിച്ചു, വളരെ വെള്ളം പുറപ്പെട്ടു. ആമേൻ. അവർക്ക് വളരെ വെള്ളം, അവർക്ക് വേണ്ടുന്ന ജലം. ആ മരുഭൂമിയിൽ എത്ര നാൾ അവർ പാർത്തോ ആ നാളൊക്കെയും അവർക്ക് വേണ്ടുന്ന വെള്ളം ദൈവം നൽകാനായിട്ടിടയായി തീർന്നു. ദൈവത്തിൻ്റെ വഴി മനസ്സിലാക്കാൻ മോശയ്ക്ക് പോലും പ്രയാസമായിരുന്നു. അങ്ങനെയെങ്കിൽ എനിക്ക് നിങ്ങൾക്കും ഒരുപക്ഷെ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നടക്കുന്നതായ പല കാര്യങ്ങളും സ്ട്രെയിഞ്ച് ആയിട്ടാണ് തോന്നുന്നത്. നമ്മൾ ദൈവത്തോട് ചോദിക്കും, വൈ ലോർഡ്, എന്തുകൊണ്ടാണ് കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു അനുഭവം? കർത്താവേ, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നത്? ഞാൻ വിശ്വസിക്കുന്നവനാണല്ലോ, ഞാൻ പ്രാർത്ഥിക്കുന്നവനാണല്ലോ, ഞാൻ ഉപവസിക്കുന്നവനാണല്ലോ,
ഞാൻ നിന്റെ വേലയ്ക്ക് കൊടുക്കുന്നയാളാണല്ലോ. ഞാൻ കർത്താവെ നിന്റെ വേലയിൽ പങ്കാളിയാളാകുന്ന ആണല്ലോ. കർത്താവെ പല കാര്യങ്ങളും ഞാൻ നിനക്ക് വേണ്ടി ചെയ്യുന്നയാളാണല്ലോ. വൈ ലോർഡ്, എന്തുകൊണ്ട് കർത്താവെ എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കാനായിട്ട് ഇടയായി തീരുന്നുവെന്ന് ചോദിച്ച് ആകുലപ്പെടുന്ന ആരെങ്കിലും ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് അവസാനത്തിൽ മോശയ്ക്ക് പറയാൻ സാധിക്കുന്നത് അവൻ്റെ വഴികളൊക്കെയും ന്യായം അല്ലേ. ഓൾ ഹിസ് വേസ് ആർ ജസ്റ്റിസ്. നീതിയുള്ള വഴികളാണ്, ന്യായമുള്ള വഴികളാണ്. അതൊരു പക്ഷേ എൻ്റെയും നിങ്ങളുടെയും മാനുഷിക ബുദ്ധി കൊണ്ട് അളക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ പ്രയാസമാണെങ്കിലും അവസാനത്തിങ്കിൽ അത് അനുഗ്രഹത്തിൻ്റെ വഴിയായി വരാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിൻ്റെ വഴികൾ മനസ്സിലാക്കുന്നത് മോശയ്ക്ക് പ്രയാസമായിരുന്നു. ഇയ്യോബിനെ മനസ്സിലാക്കാനായിട്ട് ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർക്ക് പ്രയാസമായിരുന്നു. ഇയ്യോബിനെ പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, നീതിമാനും അല്ലേ ദോഷം വിട്ടകലുന്നവനും ഭക്തനും ഒക്കെ ആയിരുന്നു ഇയ്യോബ് എന്ന. പക്ഷേ ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ ഇയ്യോബിനെ എന്താ പറഞ്ഞതെന്നറിയാമോ? ഈ കഷ്ടതയിൽ ഇവനിങ്ങനെ ചൊറിയൊക്കെ ചൊറിഞ്ഞുകൊണ്ട്, പരിക്കളൊക്കെ നിറഞ്ഞ്, മക്കളൊക്കെ നഷ്ടപ്പെട്ട്, വീടും നിലങ്ങളും തൻ്റെ മൃഗസമ്പത്തും എല്ലാം നഷ്ടപ്പെട്ട്, ഇങ്ങനെ രട്ടുടുത്ത് വെണ്ണീരിൽ കിടന്ന് ചൊറിയൊക്കെ മാന്തിക്കൊണ്ടിരുന്നപ്പോൾ ഇയ്യോബിൻ്റെ അടുക്കൽ ചെന്ന് ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർ ഇയ്യോബിനോട് പറഞ്ഞു. വായിക്കാം 22-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യം. ഇയ്യോബിനെ മനസ്സിലാക്കാൻ ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർക്ക് വളരെ പ്രയാസമായിരുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം. നിന്റെ ഭക്തി നിമിത്തമോ അവൻ നിന്നെ ശാസിക്കുകയും നിന്നെ ന്യായവിസ്താരത്തിൽ വരുത്തുകയും ചെയ്യുന്നത്. നിന്റെ ഭക്തി നിമിത്തമൊന്നും അല്ല, നീ ഒരു ഭക്തനല്ല എന്നാ പറഞ്ഞതിൻ്റെ സാരം. യോബിനെ കുറിച്ച് 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ദൈവം സാക്ഷിച്ചു, യോബ് ആരാണ്? ഭക്തനും നീതിമാനും ദോഷം വിട്ടകലുന്നവനുമാണ്. പക്ഷേ എലീഫസ് എന്ന് പറയുന്ന തൻ്റെ സ്നേഹിതൻ യോബിനോട് പറയുകയാണ്, നീ ഒരു ഭക്തനല്ല അല്ലേ. നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ ഒരു പക്ഷേ പറയുമായിരിക്കും. 5-ാം വാക്യം 22-5. നിന്റെ ദുഷ്ടത വലിയതല്ലയോ? നിന്റെ ദുഷ്ടത നീ ഒരു വലിയ ദുഷ്ടനാ. അല്ലെങ്കിൽ നിന്റെ മക്കളെല്ലാം 10 മക്കളും മരിച്ചുപോയി, ഭാര്യ ഉപേക്ഷിച്ചു, മൃഗങ്ങളൊക്കെ നഷ്ടപ്പെട്ടു, വസ്തുവകളെല്ലാം നഷ്ടപ്പെട്ടു, ചാരത്തിലിരുന്ന് ചൊറിയും കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നീ ഒരു വലിയ ദുഷ്ടനാ. എലീഫസ് പറയുകയാണ്, നീ ഒരു ദുഷ്ടനാണ്. നിന്റെ അകൃത്യങ്ങൾ അന്തവുമില്ല. നിന്റെ അകൃത്യങ്ങൾക്ക് അന്തമില്ല. താഴോട്ട് ഒത്തിരി വായിച്ചാൽ ഒത്തിരി കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ പ്രവൃത്തി എലീഫസിന് ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവണമെന്നില്ല കേട്ടോ. ആത്മീയ കാര്യങ്ങളിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ ജീവിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിൻ്റെ വചനം പറയുന്ന ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും ഒന്നും നമുക്ക് വേണ്ട പോലെ മനസ്സിലാകണമെന്നില്ല. അവിടെ പിറുപിറുക്കാതെ അല്ലേ, അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? പിറുപിറുക്കാതെ ദൈവത്തെ പഴിയാരാതെ ഏൽപ്പിച്ചു കൊടുക്കാൻ. കർത്താവേ, നിന്റെ ഹിതമാണെങ്കിൽ ഇതാ ഞാൻ ഏൽപ്പിച്ചു തരുന്നു. നമുക്ക് വരുന്ന ചില രോഗങ്ങൾ, ചില ഭാരങ്ങൾ, ചില പ്രതിസന്ധികൾ, ചില ബുദ്ധിമുട്ടുകൾ, ചില പ്രയാസങ്ങൾ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അതെല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. അത് മോശയ്ക്ക് എല്ലാ നാളും മനസ്സിലായിരുന്നില്ല. ഇയ്യോബിൻ്റെ കൂട്ടുകാർക്ക് എപ്പോഴും മനസ്സിലായിരുന്നില്ല. ഏലിയാവിന് ചൂരച്ചെടിയുടെ കീഴിൽ പോയി കിടന്നുറങ്ങിയപ്പോൾ അത് മനസ്സിലായിരുന്നില്ല. പക്ഷേ മോശയ്ക്ക് 120 വയസ്സായപ്പോൾ മനസ്സിലായി അല്ലേ. ഇപ്പോൾ മോശയ്ക്ക് എന്താ പറയാൻ സാധിക്കുന്നത്? അവൻ്റെ വഴികൾ പറഞ്ഞേ, ബൈബിളിലെ കൈ, അവൻ്റെ വഴികൾ ന്യായം. all his ways are justice. ആമേൻ. ഇന്ന് പകൽക്കാലം പറയാൻ സാധിക്കുമോ? കർത്താവേ, നിന്റെ എല്ലാ വഴികളും എൻ്റെ ജീവിതത്തിൽ ന്യായമായിരുന്നു. ഞാൻ ന്യായമല്ല എന്ന് ചിന്തിച്ചതായ ആ മേഖലയിലും നിനക്കൊരു ഉദ്ദേശമുണ്ടല്ലോ. നന്ദിയോടെ സ്തോത്രം. കർത്താവേ, നിന്റെ വഴികളെല്ലാം ന്യായമായിരുന്നു. ഇന്ന് പകൽക്കാലം ഒന്ന് പറയാൻ സാധിക്കുമോ? എൻ്റെ ദൈവത്തിൻ്റെ വഴി ന്യായമുള്ള വഴിയായിരുന്നു. ആ വഴിയെ എന്നെ നടത്തിയപ്പോൾ ഞാൻ പിറുപിറുത്തിട്ടുണ്ട്, ഞാൻ പരിതപിച്ചിട്ടുണ്ട്,
ഞാൻ സങ്കടം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പിന്മാറിപ്പോയിട്ടുണ്ട്. എങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവേ, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഞാൻ എൻ്റെ പിന്മാറ്റമെല്ലാം ഉപേക്ഷിച്ച് ഞാൻ നിന്നിലേക്ക് മടങ്ങി വരുവാനായിട്ടിടയായിത്തീരുന്നു. ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. മോശ പറഞ്ഞതുപോലെ ഈ സങ്കീർത്തന വരികൾ പോലെ എൻ്റെ ദൈവം പാറയാണ്, അവൻ്റെ പ്രവൃത്തികളെല്ലാം അത്യുത്തമമാണ്, അവൻ്റെ വഴികളെല്ലാം ന്യായമുള്ള വഴികളാകുന്നു എന്ന് നമുക്കിന്ന് പകൽക്കാലം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഈ ന്യായത്തിൻ്റെ വഴിയിൽ ദൈവം അവരെ നടത്തിയത്? 14-ാം വാക്യം 32, ആവർത്തനം 32:14. ആവർത്തനം 32:14. പശുക്കളുടെ വെണ്ണയെയും ആടുകളുടെ പാലിനെയും ആട്ടിൻകുട്ടികളുടെ മേധസ്സിനെയും ബാശാനിലെ ആട്ടുകൊട്ടന്മാരെയും കോലാടുകളെയും ഗോതമ്പിൻ കാമ്പിനെയും അവന് കൊടുത്തു. ദ്രാക്ഷാരക്തമായ വീഞ്ഞ് കുടിച്ചു. അല്ലേ? ദൈവം അവർക്ക് മെത്തരമായത് നൽകി എന്ന് സാഹിത്യ ഭാഷയെ പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രയാസപ്പെടുവൊന്നും വേണ്ട. മോശ ഒരു നല്ല സാഹിത്യകാരനായതുകൊണ്ടല്ലേ സാഹിത്യ ഭാഷയെ മോശ പറഞ്ഞു എന്നേ ഉള്ളൂ. ഭൂമിയുടെ ഉന്നതങ്ങളിൽ അവന് വാഹനമേറ്റി. 13-ാം വാക്യം. പാറയിൽ നിന്ന് തേനും തീക്കല്ലിൽ നിന്ന് എണ്ണയും കൊടുത്തു. പശുക്കളുടെ വെണ്ണയും ആടുകളുടെ പാലിനെയും ആട്ടിൻകുട്ടികളുടെ മേധസ്സിനെയും ബാശാനിലെ ആട്ടുകൊറ്റന്മാരെയും കോലാടുകളെയും കോതമ്പിൻ കാമ്പിനെയും അവന് കൊടുത്തു. മൈദയല്ല, നമുക്ക് മൈദയാ അല്ലേ? ഗോതമ്പിൻ്റെ ഏറ്റവും ലാസ്റ്റ് പ്രോഡക്റ്റ് മൈദയാണ് പലപ്പോഴും നമ്മൾ കഴിക്കുന്നത്. പക്ഷേ അവർക്ക് കൊടുത്തത് എന്താണെന്നറിയാമോ? അവർക്ക് ഗോതമ്പിൻ കാമ്പിനെ, ഗോതമ്പിലെ അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ്. ദൈവം അങ്ങനെയാണ് അവരെ നടത്തിയത്. ഇന്ന് പൽക്കാലം ദൈവത്തിലേക്ക് നോക്കാം. അവൻ്റെ വഴികൾ, അവൻ നടത്തിയ വിധങ്ങൾ, അതാ മോശ പറയുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് നോക്കി. എങ്ങനെയാണ് കർത്താവ് നമ്മളെ നടത്തിയത്? എങ്ങനെയാണ് കർത്താവ് നമ്മളെ പരിപാലിച്ചത്? ഇന്ന് നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് അല്ലേ? ചില പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ പിറുപിറുക്കുന്നില്ലേ? ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ പരിതപിക്കുന്നില്ലേ? ഇന്ന് പകൽക്കാലം അതിനെയെല്ലാം മാറ്റിക്കള. എൻ്റെ ദൈവത്തിൻ്റെ പ്രവർത്തികൾ അത്യുത്തമം. 4, അവൻ വിശ്വസ്തതയുള്ള ദൈവം. അവൻ വിശ്വസ്തതയുള്ള ദൈവം. 2 തിമോഥെയോസ് 2-ാം അധ്യായം 13-ാം വാക്യം. 2 തിമോഥെയോസ് 2:13. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയില്ല. ദൈവത്തിന്റെ സ്വഭാവം വിശ്വസ്തതയുള്ളതാണ്. അവന്റെ സ്വഭാവം അവന് ത്യജിക്കാനായിട്ട് കഴിയുകയില്ല. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. അവൻ വിശ്വസ്തതയുള്ള ദൈവം. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, എന്നോടും നിങ്ങളോടുമുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമ്മെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. അവൻ വിശ്വസ്തതയുള്ള ദൈവം അല്ലേ? മോശയുടെ ജീവിതത്തിൽ ദൈവം വിശ്വസ്തനായിരുന്നു. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 10-11 വാക്യം വായിച്ചേ. പുറപ്പാട് 4:10-11. മോശയുടെ ജീവിതത്തിൽ ദൈവം വിശ്വസ്തനായിരുന്നു. അതുകൊണ്ടാണ് മോശയെ വിളിച്ച് ഒരു വലിയ ലീഡറാക്കി തീർക്കാനായിട്ട് ഇടയായി തീർന്നു. 4-ാം അധ്യായത്തിന്റെ മോശ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെ നീ അടിയാനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ച നാവുള്ളവനാണ്. അതിന് യഹോവ അവനോട്, മനുഷ്യന് വായ് കൊടുത്തത് ആർ? മനുഷ്യന് വായ് കൊടുത്തത് നീ വിക്കനാ, നീ തടിച്ച നാവുള്ളവനാണ്, നീ കൊള്ളരുതാത്തവനാ, നിനക്ക് യാതൊരു കഴിവില്ല എന്നൊക്കെ നീ പറയുന്നുവെങ്കിൽ ദൈവം അവനോട് ചോദിക്കുകയാണ്, മനുഷ്യന് നാവ് കൊടുത്തത് ആർ? അല്ല, ഊമനെയും ചെകിടനെയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയത് ആർ? യഹോവ ഞാൻ അല്ലയോ? മതി, ഞാനാണ് ഇവരെല്ലാം ഉണ്ടാക്കിയത് അല്ലേ? കർത്താവ് പറയുകയാണ്, ചെകിടനെ, കാഴ്ചയില്ലാത്തവനെ, ഊമനെ, വിക്കനെ, അവനെയൊക്കെ ഉണ്ടാക്കിയത് ഞാനാണ്. ഇന്ന് വരെയും ഏതെങ്കിലും ഒരു വിക്കൻ ആഹാരമില്ലാതെ നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കുരുടൻ, ഭിക്ഷക്കാരായിട്ടൊക്കെ ഉണ്ടാകുമായിരിക്കും അല്ലേ? ദൈവം എല്ലാവരെയും പരിപാലിക്കുന്നു. അതാ കർത്താവ് പറയാനായിട്ടിടയായിത്തീരുന്നത്. 12-ാം വാക്യം, ആകിയാൽ നീ ചെല്ലുക, നീ പോകുക, ഞാൻ നിന്നെ വിളിച്ചു എങ്കിൽ, ഞാൻ നിന്നെ വേർതിരിച്ചു എങ്കിൽ, നിന്നെ ആ ശ്രേഷ്ഠനുള്ളവനാക്കി ഞാൻ നിന്നെ തീർക്കുവാനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. നീ നിന്റെ കുറവുകളെ നോക്കണ്ട. അതാ ദൈവത്തിൻ്റെ വിശ്വസ്തത. ഇവിടെ മോശ പറയാണ്, അവൻ വിശ്വസ്തതയുള്ള ദൈവം. കാരണം തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത മോശയ്ക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വിക്കനും തടിച്ച നാവുള്ളവനുമായി എന്നെ, ഈ ജനത്തെ നടത്താനായിട്ട് ദൈവം വിളിച്ചു എങ്കിൽ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവം വിശ്വസ്തൻ. ഒന്ന് പറഞ്ഞേ, എൻ്റെ ദൈവം വിശ്വസ്തൻ.
ഇന്നുവരെയും എന്നെ നടത്തിയ എൻ്റെ ദൈവം വിശ്വസ്തൻ. ദൈവത്തിൻ്റെ വിശ്വസ്തത ഇനി ആ 34-ാം അധ്യായത്തിലേക്ക്, ആ മോശയുടെ പുസ്തകം അവസാനിക്കുകയാണല്ലോ. 34-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. വിളിച്ചപ്പോൾ അവൻ യങ് ആയിരുന്നു, അല്ലേ, വളരെ ചെറുപ്പക്കാരനായിരുന്നു. ഇപ്പോൾ മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. 120 വയസ്സുള്ളവനായിട്ടാണ് അവൻ മരിക്കുന്നത്. അവന്റെ കണ്ണ് മങ്ങാതെയും അവന്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. അതാ ദൈവത്തിന്റെ വിശ്വസ്തത. വിളിച്ചപ്പോൾ മോശ പറഞ്ഞു, എനിക്കിതിനൊന്നും കഴിയില്ല കർത്താവേ, ഞാൻ വിക്കനാണ്, തടിച്ച നാവുള്ളവനാണ്, ആരും എന്നെ അനുസരിക്കില്ല, മറ്റാരെങ്കിലും നീ വിളിക്കണമേ, മറ്റാരെങ്കിലും കർത്താവെ നീ തിരഞ്ഞെടുക്കണമേ എന്നൊക്കെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, മറ്റാരെയും കിട്ടാത്തത് കൊണ്ടല്ല ഒരു വിക്കനെ ദൈവം തിരഞ്ഞെടുത്തത്. ഇന്ന് പൽക്കാലം എനിക്ക് നിങ്ങൾക്കും ഈ തിരുവനന്തപുരം പട്ടണത്തിൽ ഉണ്ടല്ലോ, നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരുണ്ട്, നല്ല സൗന്ദര്യമുള്ളവരുണ്ട്, നമ്മളെക്കാൾ പണമുള്ളവരുണ്ട്, നമ്മളെക്കാൾ പാരമ്പര്യമുള്ളവരുണ്ട്, അല്ലേ? അവരെ ആരെയും ദൈവം തിരഞ്ഞെടുത്തില്ല. നമ്മളെ കർത്താവ്, എത്ര പേരത് ഓർക്കുന്നു? നന്ദി പറയാൻ സാധിക്കുമോ? യെസ്. കർത്താവെ, വിക്കനും തടിച്ച നാവുള്ളവനും യാതൊരു യോഗ്യതയും പറയാനില്ലാത്ത എന്നെ നീ വിളിച്ച് 120 വർഷം ഈ ജനത്തെ നയിക്കുവാനായിട്ട് നിന്റെ ആത്മാവിനെ നൽകി. ചെങ്കടലിനെ വിഭാഗിക്കുവാൻ, യോർദാനെ പിളരുവാൻ, കർത്താവെ പാറയെ പിളർന്ന് ദാഹജലം കൊടുക്കുവാൻ, മന്ന നൽകിയപ്പോൾ അത് ലീഡ് ചെയ്യുവാൻ, കർത്താവെ നീ ആ കാടപ്പക്ഷികളെ കൊണ്ട് ഈ ജനത്തെ പോഷിപ്പിക്കുവാൻ എല്ലാം എന്നെ കർത്താവെ നീ തിരഞ്ഞെടുത്തല്ലോ. 120 വർഷമായി ഇപ്പോഴും കണ്ണ് നല്ല കാഴ്ചയുള്ളവനായി, ദേഹബലം ക്ഷയിക്കാത്തവനായി ഈ പിസ്ഗാ മലയുടെ മുകളിലേക്ക് നടന്നു കയറുവാനുള്ള ആരോഗ്യം കർത്താവ് മോശയ്ക്ക് നൽകി. അതാ ദൈവത്തിൻ്റെ വിശ്വസ്തത. ആമേൻ. നമുക്ക് കിട്ടാത്തത് എന്തുകൊണ്ടാ? നമ്മൾ വിശ്വസിക്കാത്തത് കൊണ്ടാ, അല്ലേ? അയ്യോ, എൻ്റെ കണ്ണും കാണത്തില്ല, എനിക്കാകെ ക്ഷീണമാണേ, അല്ലേ? നമുക്കങ്ങ് വിശ്വസിക്കാൻ, ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് കഴിയാത്തത് കൊണ്ടാണ്. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നമ്മൾ നല്ല പോരൊക്കെ പൊരുതുന്നുണ്ട്, അല്ലേ? വേറെ ആളുകൾ അവിടെ അന്നേ ഉള്ളൂ. ഓട്ടം തികച്ചു, വിശ്വാസം ആര് കാത്തു? നമ്മൾ കാക്കണം, അല്ലേ? നമ്മുടെ വിശ്വാസം നമ്മൾ കാക്കണം. അതുകൊണ്ട് ഈ നീതിയുടെ കിരീടം കർത്താവ് എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. ഞാൻ വിശ്വാസം കാത്തു. എൻ്റെ വിശ്വാസം ഞാൻ കാക്കണം, വേറൊരാളല്ല കാക്കുന്നത്. എൻ്റെ വിശ്വാസം ഞാൻ കാത്തു. പൗലോസിന് പറയാൻ സാധിക്കുന്നത്, ഇവിടെ മോശയ്ക്ക് പറയാൻ സാധിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തത അത് ഏറ്റവും വലുതായിരുന്നു. സമയം പോയല്ലോ, അതുകൊണ്ട് നമുക്ക് ഓർക്കാൻ സാധിക്കുന്നത് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്. 1 തെസ്സലോനിക്കർ 5:24, വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു. വിളിച്ചവൻ വിശ്വസ്തൻ. ആമേൻ. ഇന്നുപാൽക്കാലം എന്നെ വിളിച്ച എൻ്റെ കർത്താവ് വിശ്വസ്തനാ. അവൻ അന്ത്യം വരെ നടത്തുവാനായിട്ട് എൻ്റെ ദൈവം മതിയായവനാ. അവൻ വിശ്വസ്തനാ. അവൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരു കുറവുമില്ല. ഞാൻ അവിശ്വസ്തനായി പാർത്താലും അവൻ വിശ്വസ്തനായി പാർക്കുന്നവനായ ദൈവമാകുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായം 23-ാം വാക്യം. എബ്രായർ 10:23, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, അല്ലേ? വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ഇപ്പം 4 കാര്യങ്ങൾ കണ്ടു. ഒന്ന്, അവൻ പാറ, അവൻ്റെ പ്രവൃത്തികളൊക്കെയും അത്യുത്തമം, അവൻ്റെ വഴികൾ ന്യായം, അവൻ വിശ്വസ്തതയുള്ള ദൈവം. 5, വ്യാജമില്ലാത്തവൻ, അല്ലേ? ഗോഡ് ഓഫ് ട്രൂത്ത്, വ്യാജമില്ലാത്തവൻ. യോഹന്നാൻ സുവിശേഷം 14:16 നമ്മൾ വായിക്കുന്നത്, സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി. ദൈവാത്മാവിനെ കുറിച്ച് നമ്മളവിടെ വായിക്കുന്നത് സത്യത്തിൻ്റെ ആത്മാവ്, സകല സത്യത്തിലും വഴി നടത്തുന്ന ആത്മാവ്, വ്യാജമില്ലാത്തവൻ. ഈ ദൈവം വ്യാജമില്ലാത്തവൻ. ആരാ പറഞ്ഞതെന്നറിയാമോ? കഴിഞ്ഞ 120 വർഷം ദൈവത്തിൻ്റെ നടത്തിപ്പ് അനുഭവിച്ച മോശ സാക്ഷിക്കുന്നതാണ്. ഇന്ന് പൽക്കാലം ഞാനും നിങ്ങളും പ്രയാണം തുടങ്ങിയിട്ട് എത്ര വർഷമായി? 120 വർഷമായി ആരും ഇവിടെ ഇരിപ്പില്ല, അല്ലേ? 120 വർഷമായി ആരും ഇവിടെ ഇരിപ്പില്ല. മോശയ്ക്ക് പറയാൻ സാധിക്കുന്നത് അവൻ വ്യാജമില്ലാത്തവൻ. ഇന്ന് പൽക്കാലം എനിക്ക് നിങ്ങൾക്കും പറയാൻ സാധിക്കട്ടെ, എൻ്റെ ദൈവം വ്യാജമില്ലാത്തവനാണ്. ഗോഡ് ഓഫ് ട്രൂത്ത്. അവൻ സത്യദൈവമാണ്, അവൻ നിത്യരാജാവാണ്,
അവൻ സത്യത്തിൻ്റെ ദൈവമാണ്. അവനിൽ സത്യം മാത്രമേ ഉള്ളൂ. ദൈവസന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. അവസാനമായി 6ാമത്തെ ആ ആട്രിബ്യൂട്ട്, നീതിയും നേരുമുള്ളവൻ തന്നെ. നീതിയുള്ള ദൈവം, നേരുള്ള കർത്താവ്. എങ്ങനെയാണ് മോശയ്ക്ക് അത് പറയാൻ സാധിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. മരിക്കാൻ പോവുകയാണെന്ന് കർത്താവ് പറഞ്ഞു. പിസ്ഗ മലമുകളിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ 40 വർഷം കാത്തിരുന്ന ദേശം കണ്ടുകൊണ്ടാണ് പറയുന്നത്. ഞാനാണെങ്കിൽ ഒരു നിമിഷം ചിന്തിച്ചിട്ടേ പറയുള്ളൂ, നീതിയും നേരുമുള്ളവൻ. നമ്മളിൽ പലരും എന്തുകൊണ്ടായിരിക്കാം അല്ലേ? 34:4 വായിച്ചേ. 34:4, ആവർത്തനം 34:4. അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കോബിനോടും ഞാൻ നിന്റെ സന്തതി കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം ഇത് തന്നെ. ഞാനത് നിന്റെ കണ്ണിന് കാണിച്ചു തന്നു. അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം ഇത് തന്നെ. ഞാൻ നിന്റെ കണ്ണിന് കാണിച്ചു തന്നു. ഞാൻ നിന്റെ കണ്ണിന് കാണിച്ചു തന്നു. എന്നാൽ നീ അവിടേക്ക് പോകുകയില്ല, കടന്നു പോകുകയില്ല എന്ന് യഹോവ അവനോട് കൽപ്പിച്ചു. അതെന്നാ പരിപാടിയാ കർത്താവേ? നമ്മളാണെ ചോദിച്ചതല്ലേ, അതെന്ത് പരിപാടിയാ കർത്താവേ? ഈ ജനത്തെ മുഴുവൻ നടത്തിയത് ഞാനല്ലേ? അവര് അടിമകളായിരുന്നു അല്ലേ? അവര് അടിമകളായിരുന്നു. ആ ഫറവോൻ്റെ അടിമകളായി താമസിച്ച സ്ഥലത്ത് ഫറവോൻ എന്ന വലിയ ശത്രുവിൽ നിന്ന് എൻ്റെ നേതൃത്വത്തിലല്ലേ അവരെ വിടുവിച്ചു കൊണ്ടുവന്നത്. മരുഭൂമിയിൽ 40 സംവത്സരം നടന്നത് ഈ ഒരൊറ്റ ലക്ഷ്യം വെച്ചല്ലേ? എന്നിട്ട് നേതാവാകുന്ന എന്നെ ഒഴിവാക്കി നീ കർത്താവേ എന്നോട് ചെയ്തത് പാർഷ്യാലിറ്റി അല്ലേ എന്ന് മാനുഷിക ബുദ്ധിയിൽ ഒരുപക്ഷെ ഞാനും നിങ്ങളും ചോദിച്ചേക്കാം. പക്ഷേ മോശയ്ക്ക് അത് ചോദിക്കാൻ തോന്നുന്നില്ല. മോശയ്ക്ക് പറയാൻ സാധിക്കുന്നത് എന്താണെന്നറിയാമോ? അവൻ നീതിയും നേരുമുള്ളവൻ. മോശയോട് ദൈവം പറഞ്ഞു, നീ അത് കാണും. ഈ മലമുകളിൽ നിന്ന് നീ അത് കണ്ടാൽ മതി. നീ ഇവിടെ മരിച്ചു വീഴാനായിട്ട്, നീ ഇവിടെ മരിച്ചു പോകാനായിട്ട് ഇടയായി തീരുകയാണ്. നിന്റെ സഹോദരനായ അഹരോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ചു. 50-ാം വാക്യം. തൻ്റെ ജനത്തോട് ചേർന്നതുപോലെ നീ കയറുന്ന പർവ്വതത്തിൽ വെച്ച് നീ മരിക്കും. പർവ്വതത്തിൽ ഇരുന്നുകൊണ്ടാ ഇത് എഴുതുന്നത്. ഈ പർവ്വതത്തിൽ നിന്ന് ഇനി നീ താഴെ പോവുകയില്ല, നീ ഇവിടെ കിടന്ന് മരിക്കും അല്ലേ? എന്നിട്ടും മോശ പറയുകയാണ്, ദൈവത്തിൻ്റെ പ്രവർത്തികൾ അവൻ വ്യാജമില്ലാത്തവനാണ്, അവൻ നീതിയും നേരുമുള്ളവൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പ്രവർത്തികളെ ചോദ്യം ചെയ്യാതെ, അവൻ്റെ വഴികളെ ചോദ്യം ചെയ്യാതെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കുന്നുവെങ്കിൽ ആ നീതിയുടെ കിരീടം പ്രാപിക്കാനായിട്ട് കഴിയും. ഞാനൊരു വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. 4 കാര്യങ്ങളാണ് നമ്മൾ ധ്യാനിച്ചത്. അവൻ പാറ, അവൻ്റെ പ്രവൃത്തി അത്യുത്തമം, അവൻ്റെ വഴികളൊക്കെയും ന്യായം, അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുമുള്ളവൻ. എൻ്റെ ദൈവം നീതിയുള്ളവൻ, എൻ്റെ ദൈവം നേരുള്ളവൻ. അതുകൊണ്ട് കർത്താവേ, ആ നീതി, ആ നേര്, ആ നന്മ എൻ്റെ ജീവിതത്തിൽ നൽകി നീ പിന്നെയും എന്നെ കരം പിടിച്ച് നടത്തണമേ. എൻ്റെ കുറവുകൾ ഉണ്ടായിട്ടുണ്ട് കർത്താവേ, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് കർത്താവേ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അവിശ്വസ്തനായാലും നീ വിശ്വസ്തനായി പാർക്കുന്നത് ഓർത്ത് സ്തോത്രം. നിൻ്റെ വഴികളൊക്കെയും ന്യായമുള്ളതാണല്ലോ, നിൻ്റെ പ്രവൃത്തികൾ അത്യുത്തമമാണല്ലോ. ഇന്ന് പകൽക്കാലം ഞാൻ എന്നെ ഏൽപ്പിച്ചു തരുന്നു, പാറയായ ദൈവത്തിൽ പിന്നെയും ആശ്രയിക്കുവാൻ. കർത്താവേ, നീതിമാനായ ദൈവത്തിൽ പിന്നെയും ആശ്രയിക്കുവാൻ. ദൈവത്തിൻ്റെ പ്രവർത്തികൾ എൻ്റെ ജീവിതത്തിൽ വളരെ സ്ട്രേഞ്ചായിട്ട് കടന്നു വന്നാലും അതിനെ അംഗീകരിക്കുവാൻ, അതിനെ ഏറ്റെടുക്കുവാൻ, അതിന് വിധേയപ്പെടുവാൻ, പിന്നെയും ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നെ സേവിച്ച് മുന്നേറുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ആ പ്രാർത്ഥനയോടെ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും.